പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ക്ലൈമാക്സിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. മാധവനായ തൻ്റെ അച്ഛനെ കൊന്നത് മറ്റാരുമല്ല, ഭാസ്കരനും അതുപോലെ തന്നെ രാധികാമ്മയും ചേർന്നാണ് എന്നുള്ള കാര്യം പുറത്തായിരിക്കുകയാണ്. ഇതോടെ ഭാസ്കരനെയും രാധികാമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു എല്ലാവരെയും. പക്ഷേ ഇതേ തുടർന്നാണ് കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് ഗോവിന്ദ് പറയുന്നത്. നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളെ അനുഭവിപ്പിക്കാൻ ഉള്ളതെല്ലാം ഞാൻ അനുഭവിപ്പിക്കും. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇതേ തുടർന്നാണ് ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് അനാർക്കലിയുടെ അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുന്നത്. രഞ്ജുവും കൂടെയുണ്ടായിരുന്നു. ഇതോടെ രഞ്ജുവിനോട്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടടി, നിനക്കുള്ളത് വരുന്നതേ ഉള്ളൂ. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഗോവിന്ദ്. നിങ്ങൾക്ക് ആരാണ് രഞ്ജു എന്നുള്ള കാര്യം അറിയാമോ? വിജയലക്ഷ്മിയുടെ മകളല്ലേ? അല്ല, വിജയലക്ഷ്മിയുടേതല്ല, നിങ്ങളുടെ മകളാണ് രഞ്ജു. വിജയലക്ഷ്മി ഇവളെ എടുത്തു വളർത്തി എന്ന് മാത്രം, അതും നിങ്ങൾക്ക് വേണ്ടി. ഇതോടെ തകർന്നു പോകുന്ന അനാർക്കലി തൻ്റെ മകളോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.